സാധ്യതകൾ നമ്മളുടെ മുമ്പിൽ ഒരുപാടുണ്ട്. പക്ഷേ ഈ സാധ്യതകൾ ഉപയോഗിക്കുന്നവർ വളരെ വിരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും കടുപ്പമേറിയ മത്സര പരീക്ഷ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാം. പക്ഷെ പലർക്കും ഇത് അറിയില്ല. മലയാളത്തിൽ നന്നായി എഴുതുന്ന നിരവധി ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. പക്ഷെ ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്നാണ്. 1962 മുതൽ തന്നെ IAS, IPS, IFS അടക്കമുള്ള ഇന്ത്യയിലെ സുപ്രധാന പദവികളിലേക്കുള്ള മത്സര പരീക്ഷയായ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സാധ്യത കൂടിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കണ്ടന്റ്, ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ അത് ഫോട്ടോ എടുത്തിട്ട് കൊടുത്തപ്പോൾ തന്നെ ആക്സിഡൻ്റലി ഓപ്പോസിറ്റ് ലാംഗ്വേജ് കിടന്നത് ഇംഗ്ലീഷ് ടു മലയാളമാണ്. എൻ്റെ ഫോണിൽ തന്നെ മലയാളത്തിൽ മുഴുവൻ കാര്യങ്ങളും തെളിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് സാധ്യതകളുടെ കാലഘട്ടമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പോലെയുള്ള നിരവധി സാധ്യതകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ സിവിൽ സർവീസ് പരിശീലനത്തിന് ഒരുങ്ങുകയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. 2, ഇന്ന് മലയാളത്തിൽ IAS, IPS പരിശീലനത്തിനുള്ള മുഴുവൻ പുസ്തകങ്ങളും അബ്സല്യൂട്ട് പബ്ലിക്കേഷൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 10 വർഷത്തെ ശ്രമഫലമായിട്ട് എഴുതിയ പുസ്തകങ്ങളാണ്. അത് 700-800 പേജുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളാണ് ഇന്ന് നമുക്ക് വളരെ ലളിതമായ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആ സാധ്യത നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളുടെ മാതൃഭാഷയിലുള്ള ബോധനത്തിനാണ്. ഇപ്പോൾ ചൈനയിൽ ആളുകൾ ചൈനീസിലാണ് പഠിക്കുന്നത്, ജർമ്മനിയിൽ ജർമ്മനിലും, സൗത്ത് കൊറിയയിൽ കൊറിയൻ ഭാഷയിലും, റഷ്യൻ ഭാഷയിലാണ് റഷ്യയിൽ ആൾക്കാർ പഠിക്കുന്നത്. അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും അധികം നൊബേൽ സമ്മാന ജേതാക്കൾ കടന്നു വരുന്നത്. കാര്യം മാതൃഭാഷയിൽ തിങ്ക് ചെയ്യുമ്പോഴും മാതൃഭാഷയിൽ പഠിക്കാനുമുള്ള സാധ്യത അവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ അവസരം ഇന്ന് UPSC നമുക്ക് തരുന്നുണ്ട്. പക്ഷെ കുറച്ചുപേരെ എഴുതുന്നുള്ളൂ. എഴുതി ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരു അബ്സല്യൂട്ട് IAS അക്കാഡമിയിൽ തന്നെയുണ്ട്. നിങ്ങൾക്കറിയാം, അബ്സല്യൂട്ടിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഷെറിൻ ഷഹാന്. മലയാളത്തിൽ മുഴുവൻ പരീക്ഷയും എഴുതി മലയാളത്തിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് സിവിൽ സർവീസ് നേടിയ ആളാണ്. ഒപ്പം IAS കിട്ടിയ മുഹമ്മദ് അലി ഷിഹാബ്, അദ്ദേഹം നാഗാലാൻഡിൽ ജില്ലാ കളക്ടറാണ്. അദ്ദേഹം മലയാളത്തിൽ എഴുതിയ സിവിൽ സർവീസ് നേടിയ ആളാണ്. ജ്യോതിസ് മോഹൻ IRS ഓഫീസറാണ്. അതുപോലെ നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയ, പത്മരാജൻ പുരസ്കാരമൊക്കെ നേടിയ എഴുത്തുകാരനായ ലിബിൻ രാജ് മലയാളത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി മലയാളത്തിൽ ഇൻ്റർവ്യൂവിനെ നേരിട്ട് സിവിൽ സർവീസിൽ എത്തിയ ആളാണ്. അതുപോലെ ശ്രീ ജ്യോതിസ് മോഹൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, മിഥുൻ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ ആയിട്ടും ചില ആളുകൾ ചോദിക്കുന്നത് മലയാളത്തിൽ എഴുതിയാൽ മാർക്ക് കുറയുമോ എന്നാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന റോയ് പോൾ സാർ അടക്കമുള്ള ആളുകളോട് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ലാംഗ്വേജ് അല്ല, മറിച്ച് കണ്ടൻ്റാണ് UPSC നോക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഭരണഘടന നൽകുന്ന ഒരു വലിയ അവസരമാണ്. ഇത് വെറുതെ കിട്ടിയതല്ല. PT ചാക്കോയെ പോലെയുള്ള ആളുകൾ, കേരളത്തിന് മുൻ ആഭ്യന്തരമന്ത്രിയായ PT ചാക്കോയെ പോലെയുള്ള ആളുകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്നു. ആ സമിതിയിൽ ഡിബേറ്റ് വന്നപ്പോൾ PT ചാക്കോ അദ്ദേഹം ശക്തമായിട്ട് വാദിച്ചു, മലയാളം ഉറപ്പായിട്ടും ഭരണഘടനയുടെ 8ാം പട്ടികയിൽ വേണം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമുക്കിന്ന് മലയാളം പോലെയുള്ള ഭാഷ, ഇന്ത്യയിലെ 22 ഭാഷകളിൽ UPSC പരീക്ഷ എഴുതാം, സിവിൽ സർവീസ് പരീക്ഷ എഴുതാം, അതിലൊരു ഭാഷയായി വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതാണ്ട് 19,500ഓളം ലാംഗ്വേജസ് ഉണ്ട്. അതിൽ 3000 ലാംഗ്വേജസ് മാത്രമാണ് ഡോമിനൻ്റ്. ആ 3000 ലാംഗ്വേജസിൽ വെറും 22 ഭാഷകൾക്ക് ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. അത് മലയാളമാണ്. പ്ലസ് മലയാളത്തിൽ ഇന്ന് കോച്ചിങ്ങിനുള്ള സംവിധാനമുണ്ട്. അബ്സല്യൂട്ട് കേരളത്തിലെ ആദ്യത്തെ ബൈലിംഗൽ IAS അക്കാഡമിയാണ്. ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യണേ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യണേ, മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തണം. ഓൺലൈനായിട്ടൊക്കെ നമുക്ക് കോച്ചിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി അതല്ല, ബുക്സ് വാങ്ങിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. ലോകത്ത് വിജയിക്കുന്ന ആളുകൾ ഏറ്റവും കഴിവുള്ളവരല്ല, മറിച്ച് ഉള്ള കഴിവുകൾ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി ഉപയോഗിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഒരുപാട് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് അക്കാഡമിക് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തണം. മലയാളം മീഡിയത്തിലോ ഇംഗ്ലീഷ് മീഡിയത്തിലോ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിലും ഒരു ശരാശരി മലയാളി എപ്പോഴും തിങ്ക് ചെയ്യുന്നത് മദർ ടങ്ങിൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദർ ടങ്ങിൽ തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് മലയാളത്തിൽ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൽ. ഇപ്പോൾ ഇത്തവണ UPSCയുടെ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് മലയാളത്തിൽ എടുക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആണ്, പക്ഷേ എനിക്ക് മലയാളത്തിൽ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ എടുക്കുന്നു എന്നാണ്. അപ്പോൾ ഈ സാധ്യതയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ സാധിക്കും. വിജയാശംസ.